മലപ്പുറം ജില്ലാ പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തം. ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ LDF അംഗങ്ങൾ എഴുന്നേറ്റതോടെ ഉന്തും തള്ളും. DYFI പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗം ആരംഭിച്ചതോടെ LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തിയ അഴിമതിക്ക് മുകളിൽ ഒരു സെക്രട്ടറിക്ക് അന്വേഷിക്കാൻ ഏത് വകുപ്പാണ് അധികാരം നൽകുന്നത്? മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ബോർഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി TP ഹാരിസിന്റെ കൂട്ടുപ്രതിയായി FIR-ൽ രണ്ടാം പ്രതിയാണ്. അപ്പോൾ രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നതിന് പകരം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് കൂടെ ഇരുത്തി സെക്രട്ടറി കൂടെ പോയി കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയുടെയും വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടത്തിന്റെയും ഉൾപ്പെടെയുള്ള പങ്ക് ഈ അഴിമതിയിൽ പുറത്തു വരുമെന്നുള്ളതുകൊണ്ടാണ് സെക്രട്ടറിയെ ഇവർ സംരക്ഷിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരുന്നതോടെ അജണ്ട കീറിയെറിഞ്ഞു. ഇത് സംഘർഷാവസ്ഥയുണ്ടാക്കി. ഇതിനിടെ DYFI പ്രവർത്തകർ ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതിഷേധവുമായെത്തി. തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസുമായി ബലപ്രയോഗം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ പങ്കും അന്വേഷിക്കണമെന്ന് DYFI ജില്ലാ സെക്രട്ടറി ശ്യാമപ്രസാദ് ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുണ്ട്. അവരുടെ ഭർത്താവ് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ഇവിടെ അതിന്റെ പരാതിക്കാർക്ക് തിരികെ നൽകാൻ ഉപയോഗിച്ച പണം, ആ പണം എങ്ങനെയാണ് റഫീഖ് സമ്പാദിച്ചതെന്ന് ഈ പൊതുസമൂഹത്തിനോട് പറയാൻ തയ്യാറാകണം. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണ് പണം കൈമാറിയതെന്ന് പണം നഷ്ടമായവരും വ്യക്തമാക്കിയിരുന്നു. തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. കൈരളി ന്യൂസ്, മലപ്പുറം.